സത്യം പറഞ്ഞ ഇവരൊക്കെ പറഞ്ഞ പോലെ അത്ഭുതമാണ് തോന്നുന്നത്. പെട്ടെന്ന് റിവൈൻഡ് ചെയ്ത് ഇവിടെ ഇരിക്കുമ്പോഴത്തേക്ക് റിവൈൻഡ് ചെയ്തതിന്റെ മെമ്മറീസ് പോയത്, ആട് റിലീസായതിന്റെ അന്ന് രാത്രി ഞാനും മിഥുനും വിജയുടെ അനിയൻ വിനയും കൂടെ രാത്രി ഇരുന്നിങ്ങനെ ഇവരുടെ ഗസ്റ്റ് ഹൗസിൽ മേപ്പോട്ട് നോക്കി വായും കുറിച്ചിരിക്കുന്ന ഒരു അവസ്ഥയുണ്ട്. ഭയങ്കര ദുഃഖകരമായിരുന്നു. മിഥുന്റെ മുഖം വാടിയിരിക്കുന്നു. അഫ്കോഴ്സ് ഞങ്ങളുടെ മുഖം വാടിയിരുന്നായിരുന്നു. പക്ഷെ എൻ്റെ ഉള്ളിനുള്ളിൽ എവിടെയോ ഈ പടം ഹിറ്റാണെന്നുള്ളത് ഒന്ന് രണ്ട് പേര് പറഞ്ഞിരുന്നു. അപ്പൊ ആ ഒരു ചെറിയ സന്തോഷം എനിക്കുണ്ടായിരുന്നു. പക്ഷെ യാഥാർത്ഥ്യം വിനയ്ക്കും മിഥുനും മാത്രമായിരുന്നു അറിയാവുന്നത്. അപ്പൊ ഞാൻ വളരെ ഇടയ്ക്ക് ചിരിക്കുന്നൊക്കെ ഉണ്ട്, പക്ഷെ ഇവര് അങ്ങനെ ചിരിക്കുന്നൊന്നുമില്ല. അപ്പൊ എന്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച് എന്റെ തമാശകളൊക്കെ വർക്കാവാറില്ല. അപ്പൊ ഞാൻ ചിലപ്പോൾ അത് വർക്കാവാത്തതുകൊണ്ടായിരിക്കും ഇവര് ചിരിക്കാത്തത്. പക്ഷെ എന്നാലും മിഥുനും വിനയൊക്കെ നല്ല മനസ്സുള്ള ആൾക്കാരാണ്. അവര് ചിലപ്പോഴൊക്കെ ഇങ്ങനെ ചിരിച്ച് സപ്പോർട്ടൊക്കെ ചെയ്യാറുണ്ട്. പക്ഷെ രണ്ടാമത്തെയും മൂന്നാമത്തെയും ദിവസമൊക്കെ കഴിഞ്ഞ് പിന്നെ ഒരു മൺഡേ വരും. ഈ മൺഡേ ആണ് നമ്മളെ സംബന്ധിച്ച് ഏറ്റവും വലിയൊരു പേടി. സൺഡേ ഒക്കെ പിന്നെ കളക്ഷൻ വരും. മൺഡേ ആകുമ്പോഴത്തേക്കും ഏതൊരു പടവും ഹോളിഡേസ് അല്ലെങ്കിൽ ഒന്ന് താഴും, ഒരു ഡിപ്പ് വരും. മൺഡേ ഡെഫിനറ്റ്ലി ഡിപ്പ് വന്നു. പിന്നെ അങ്ങോട്ട് ഡിപ്പോട് ഡിപ്പായിരുന്നു, തകർന്നാകെ. പക്ഷെ ഇപ്പൊ ഇവിടെ നിൽക്കുമ്പോൾ നമ്മൾ ആ സിനിമയുടെ മൂന്നാം ഭാഗം ഷൂട്ട് ചെയ്യാൻ വേണ്ടി പോകുന്ന ഒരു വേദിയിലാണ് നമ്മൾ നിൽക്കുന്നത്. അത് ഒരുപാട് സന്തോഷം തരുന്നുണ്ട്. പിന്നെ മിഥുന്റെയും വിജയുടെയൊക്കെ കരിയറിൽ ഇത് ഏറ്റവും വലിയ പടമാണ്. അതേപോലെ എന്റെ കരിയറിലും ഇതാണ് ഏറ്റവും ബിഗ് ബഡ്ജറ്റ് പടത്തിൽ ഞാൻ അഭിനയിക്കാൻ പോകുന്നത്. 75 കോടി കളക്ട് ചെയ്ത പടത്തിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ട് കുറുപ്പ്. 100 കോടി കളക്ട് ചെയ്ത പടത്തിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ട് മാളികപ്പുറം. പക്ഷേ ഇതിന്റെയൊക്കെ ബഡ്ജറ്റ് ഇത്രയും ഉണ്ടായിരുന്നെന്ന് എനിക്കറിയില്ല. മാളികപ്പുറത്തിന് എന്തായാലും ഇല്ലായിരുന്നു. കുറുപ്പിന്റെ എനിക്കറിയില്ല. കുറുപ്പിൽ ഞാൻ 2 സീനിലുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് കൂടുതൽ ഇൻഫർമേഷൻ കിട്ടിയില്ല. ആട് പക്ഷെ ഈ പറഞ്ഞ പോലെ എത്രയാണ് ബഡ്ജറ്റ് എന്നറിയില്ല. പക്ഷെ ഇതിന്റെ സ്ക്രിപ്റ്റ് ഞാൻ കേട്ടതാണ്. ആ സ്ക്രിപ്റ്റ് വെച്ചിട്ട് ഞാൻ മനസ്സിലൊരു ബഡ്ജറ്റ് കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. അതാണോ ഇതിന്റെ ബഡ്ജറ്റ് എന്നറിയില്ല. എന്നുവെച്ചാൽ ഞാനും എനിക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഞാനൊരു പടം പ്രൊഡ്യൂസ് ചെയ്തായിരുന്നു. എന്നെ പാർട്ണറാക്കാൻ വേണ്ടി സന്മനസ് കാണിച്ച തോമസ് തിരുവല്ല, അദ്ദേഹം ഇവിടെ ഉണ്ട്. അപ്പൊ ഈ ആട് 1 പൊട്ടി, അത് കഴിഞ്ഞിട്ട് ആട് 2 വരുന്നു. ആട് 3 ചെയ്യാൻ പോകുന്നു. അതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് ഭരതനാട്യം എന്ന് പറഞ്ഞ പടം ഞാനും തോമസ് ചേട്ടനും കൂടെ ഒരുമിച്ച് പ്രൊഡ്യൂസ് ചെയ്തതാണ്. അല്ല, തോമസ് ചേട്ടനും ഞാനും കൂടെ പ്രൊഡ്യൂസ് ചെയ്തതാണ്. അത് ആക്ച്വലി തിയേറ്ററിൽ പൊട്ടി. പക്ഷെ ആട് 1 പൊട്ടിയിട്ട് ആട് 2 വന്നപ്പോൾ അതൊരു ബ്ലോക്ക് ബസ്റ്ററായി. അതൊരു മോട്ടിവേഷനാണ്. ഞങ്ങൾ അതുകൊണ്ട് ഭരതനാട്യം 2 പ്ലാൻ ചെയ്യുകയാണ്. ആ ഒരു വിശ്വാസത്തോടെ ആടൊക്കെ ബ്ലോക്ക് ബസ്റ്റർ ആയ പോലെ ബ്ലോക്ക് ബസ്റ്റർ ആയാലും ചെറിയ രീതിയിലൊക്കെ ഒരു 3 ആഴ്ച 4 ആഴ്ച ഒരു കുറച്ചൊക്കെ ഫുൾ ഹൗസ് കിട്ടിയാലായിരുന്നു അവസരം. അങ്ങനെ ഓടിയാൽ ഒരു സന്തോഷം. അങ്ങനെ ഭരതനാട്യം 2 അതിന്റെ പേര് ഈ വിധത്തിലേക്ക് അനൗൺസ് ചെയ്യാം അല്ലേ? ഓണത്തിനിടയ്ക്ക് കുട്ടിവെച്ചപ്പം പോലെ ഫീൽ ചെയ്യില്ല. എന്നാലും പറഞ്ഞേക്കാം. അങ്ങനെയാണെങ്കിൽ ഭരതനാട്യം 2 മോഹിനിയാട്ടം. മോഹിനിയാട്ടമാണ് ഭരതനാട്യം 2-ന്റെ ആണോ? ആ, ഇനി തേർഡ് പാർട്ട് ഉണ്ടാവുകയാണെങ്കിൽ ചേട്ടാ ഇപ്പോൾ രജിസ്റ്റർ ചെയ്ത് വെച്ചോ, കുച്ചിപ്പുടി. അപ്പൊ അങ്ങനെ ജോക്സ് അപ്പാർട്ട്, ഒരുപാട് സന്തോഷമുണ്ട്.